എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സുഹൃതം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ സെഷന്റെ 8ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ഇന്ന് വേദിയിലേക്ക് വാമനേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. വാമനേട്ടൻ കേൾക്കുന്നുണ്ടോ? നമ പ്രണവാർദ്ധായ ശുദ്ധജ്ഞാനേകമൂർത്തയേ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമ. ആദിശങ്കരേശ്വരൂപായ നമോ നമ. ആദിശങ്കര ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യം ഈ സംസ്കൃത ക്ലാസിന്റെ ഇന്നത്തെ അധ്യയനം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സുസ്വാഗതം. ജയശങ്കര. വളരെ സന്തോഷം വാമനേട്ട. ഇന്നത്തെ ക്ലാസ്സിനായി നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ജയശങ്കര. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. സർവേഭ്യോ നമോ നമഃ. അസ്മാകം കക്ഷ്യായാः 8മः ഭാഗः अस्ति. सरल संस्कृत संभाषणं तथा सरल व्याकरण कार्याणि लघु लघु श्लोकाः च संगृह्य वयम् अग्रतः गच्छामः. നമ്മൾ വിഭക്തികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പദത്തിനെ പലതരത്തിൽ മാറ്റി പറയണമെങ്കിൽ വിഭക്തികൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് കൃഷ്ണഹ എന്ന ഒരു പദം അത് മാത്രം പോരാ. കൃഷ്ണനെ കൃഷ്ണനോട്, കൃഷ്ണനായിക്കൊണ്ട്, കൃഷ്ണനിൽ നിന്ന്, കൃഷ്ണന്റെ, ഇങ്ങനെ പലതരത്തിൽ പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് പഠിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കാം. പ്രഥമ വിഭക്തി, അതായത് നന്ദിയാണോ അത് വിഭക്തിക്ക് അർത്ഥം. അത് ലിംഗത്തിൽ കൃഷ്ണഹ, രാമഹ, ബാലഹ, പണ്ഡിത, ഇങ്ങനെ ആലയഹ, ഇങ്ങനെ പോകും. സ്ത്രീലിംഗത്തിലാണെങ്കിൽ രമ, സീത, ബാലിക, യുവതി, ഗൗരി, പർണ, പാർവതി, ഇങ്ങനെ മാല, ലത, വാടിക, ഇങ്ങനെ പോകുന്നു. പിന്നെ നപുംസകലിംഗത്തിൽ വനം, ഭവനം, പുഷ്പം, ഇങ്ങനെ ചിത്രം, പുസ്തകം, ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെയൊക്കെ ഏകവചനം, ദ്വിവചന, ബഹുവചന രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. പുല്ലിംഗത്തിലാണെങ്കിൽ ബാലഹ, ബാലൗ, ബാലാഹ. സംസ്കൃതത്തിന് ദ്വിവചനം എന്നുള്ള ഒരു വചനം. ബാലഹ ഏകവചനം, ബാല, ബാലാഹ ബഹുവചനം. അതുപോലെ സുന്ദരഹ, സുന്ദരൗ, കൃഷ്ണഹ, കൃഷ്ണൗ, കൃഷ്ണാഹ. പുല്ലിംഗത്തിലേക്ക് പോകുന്നു. സ്ത്രീലിംഗത്തിൽ രാധ, രാധേ, രാധാഹ, വനിത, വനിതേ, മാല, മാലേ, മാലാഹ, ഇങ്ങനെ പോകുന്നു. നപുംസകലിംഗത്തിൽ വനം, വനേ, വനാനി, പുഷ്പം, പുഷ്പേ, പുഷ്പാണി, ചിത്രം, ചിത്രേ, ചിത്രാണി, ഉദ്യാനം, ഉദ്യാനേ, ഉദ്യാനാനി. ഇങ്ങനെയാണ് പ്രഥമ വിഭക്തി. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആദ്യം പുല്ലിംഗത്തിൽ പറഞ്ഞത് അകാരാന്ത പുല്ലിംഗങ്ങളാണ്. ബാലഹ, കൃഷ്ണഹ, സിംഹഃ, ഗജഃ, വാനരഃ, മയൂരഃ, പികഃ, സിംഹഃ, ശാബകഃ. ഇതൊക്കെ
അകാരാന്തമാണ്, അകാരാന്ത പുല്ലിംഗങ്ങളാണ്. ഇന്ന് നമുക്ക് ഇത് ഇകാരാന്തത്തിൽ എങ്ങനെ വരും എന്ന് നോക്കാം. ഇകാരാന്തത്തിലെ പ്രസിദ്ധമായ പദങ്ങള് ഹരിഹി, ഹരിഹി, ഹരി, ഹരയഹ എന്നാണ് പ്രഥമാവിഭക്തിയിൽ വരുന്നത്. അതായത് ഒരു ഹരി, ഹരിഹി. 2 പേരാണെങ്കിൽ ഹരി, ഹരി എന്ന് പേരുള്ള 2 പേർ, അങ്ങനെയാണെങ്കിൽ 2 ഹരിമാർ എന്ന് പറയുന്നത് ഹരി എന്ന് ദീർഘമായിട്ടാണ് ഹരി. ഇനി 2-ൽ കൂടുതൽ പേർ, ഹരി എന്ന് പേരുള്ള 2-ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഹരയഹ. ഇപ്പൊ സാന്ദർഭികമായിട്ട് പറയാണ്, ഈ ഹരിഹി എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു പദമാണ്. ധാരാളം അർത്ഥങ്ങള് ഈ ഒരു പദത്തിന് ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന അർത്ഥം മഹാവിഷ്ണു എന്നുള്ളതാണ്. അപ്പൊ അതുകൂടാതെ രാമായണം വായിക്കുമ്പോൾ അവിടെ വാനരൻ എന്നുള്ള അർത്ഥത്തില് ഒരുപാടിടങ്ങളിൽ കാണാം. വാനരഹ എന്നർത്ഥമുണ്ട്, അശ്വഹ എന്നർത്ഥമുണ്ട്, കുതിര, പിന്നെ ദേവേന്ദ്രൻ എന്നുള്ള അർത്ഥമുണ്ട്, പിന്നെ സിംഹം. ഈ സിംഹം എന്നുള്ള അർത്ഥത്തിലും രാമായണത്തിലൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഇത് 1, 2, 3, 4 എണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. കുറേ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് ഹരിഹി. അപ്പോ ശരിക്ക് അപഹരിക്കുന്നത് എന്നാണ് ആ വാക്കിന്റെ ഒരു അർത്ഥം. അപ്പൊ മഹാവിഷ്ണു എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്ന സമയത്ത് പാവങ്ങളെയൊക്കെ അപഹരിക്കുന്നത് എന്നർത്ഥം വരും. ഇങ്ങനെ ഹരിഹി എന്നുള്ള പദം, ഹരിഹി, ഹരി, ഹരയഹ, അതപ്പോ വാനരൻ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ രാമായണത്തിലൊക്കെ അങ്ങനെ ധാരാളം വരുമല്ലോ. ഹരിഹി ഒരു വാനരൻ, ഹരി 2 വാനരന്മാർ, ഹരയഹ 2-ലധികം വാനരന്മാർ. അതുപോലെ രവിഹി, രവിഹി എന്നുള്ളതിന് സൂര്യഹ എന്നർത്ഥം, രവിഹി, രവി, രവയഹ. കവിഹി, കവി, കവയഹ. മുനിഹി, മുനി, മുനയഹ. അപ്പൊ ഈ ദ്വിവചനം ചിലപ്പോഴെങ്കിലും നമ്മളെ ഒരു സംശയത്തിലാക്കിയിട്ടുണ്ടാവും. കാരണം പുരാണങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോ മുനി എന്നുള്ള ദീർഘത്തിലൊക്കെ കണ്ടു എന്ന് വരാം. 2 മഹർഷിമാർ വരുന്ന സന്ദർഭമാണെങ്കിൽ നാരദനും തുമ്പുരു മഹർഷിയും, അതുപോലെ നാരദനും അങ്കിരസ് മഹർഷിയും, അങ്ങനെയൊക്കെ 2 പേർ ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ കാണാം മുനി, അത് ദ്വിവചനമാണ്. മുനിഹി, മുനി, മുനയഹ. ഗിരിഹി, ഗിരി, ഗിരയഹ. ഇങ്ങനെ ഇകാരാന്ത പുല്ലിംഗത്തിന്റെ പ്രഥമാവിഭക്തി വരും. കവിഹി, കവി, കവയഹ. നൃപതിഹി, നൃപതി, നൃപതയഹ. നൃപതിഹി ഇത്യസ്യ രാജ ഇത്യർത്ഥഃ. ഇങ്ങനെ ഇകാരാന്ത പുല്ലിംഗം. അപ്പൊ പ്രഥമയുടെ അർത്ഥം എന്താണ്? അത് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ദ്വിതീയയ്ക്ക് അതിനെ, അതിനോട്, അതിലേക്ക്, ഇങ്ങനെയാണ് അർത്ഥങ്ങള്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. രാമം നമാമി, രാമനെ നമിക്കുന്നു. വിദ്യാലയം പശ്യാമി, വിദ്യാലയത്തെ കാണുന്നു. ഇനി അതിന്റെ സ്ത്രീലിംഗത്തിലാണെങ്കിൽ രാധാം പശ്യാമി, രാധയെ കാണുന്നു. രാധികാം പശ്യാമി, പൂന്തോട്ടത്തെ കാണുന്നു. ഇങ്ങനെ സ്ത്രീലിംഗം. നപുംസകലിംഗത്തിൽ ദ്വിതീയ വിഭക്തി പ്രഥമാ വിഭക്തി പോലെ തന്നെയാണ് വരിക. ഇപ്പൊ വനം, വനേ, വനാനി എന്നാണ് പ്രഥമാ വിഭക്തി. അതുപോലെ തന്നെയാണ് ദ്വിതീയ വിഭക്തിയിലും വനം, വനേ, വനാനി, വനത്തെ എന്നുള്ള അർത്ഥത്തിലും വനം എന്ന് തന്നെയാണ് വരിക. പിന്നെ തൃതീയ അതിനെ കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹസ്തേന ലിഖതി, ഹസ്തഹ എന്ന് പ്രഥമ, ഹസ്തേന ഹസ്തത്താൽ കൈകൊണ്ട്, അതുപോലെ ദണ്ഡേന വടി കൊണ്ട്, പാദേന പാദം കൊണ്ട്, ഇങ്ങനെ അതിനാൽ എന്നുള്ള അർത്ഥം. ചതുർത്ഥി വിഭക്തിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ഒരു വിഭക്തിയാണ് രാമായ നമഃ. രാമായ, രാമഭദ്രായ, രാമചന്ദ്രായ വേധസേ, രഘുനാഥായ നാഥായ, സീതായ പതയേ നമ. അവിടെയൊക്കെ പതയേ, അത് പതിഹി എന്നുള്ളത് ഇകാരാന്ത പുല്ലിംഗമാണ്. ആദ്യം പറയുന്നത് രാമായ, അതുപോലെ രാമഭദ്രായ, രാമചന്ദ്രായ, കൃഷ്ണായ, വാസുദേവായ, ഇതൊക്കെ ചതുർത്ഥി വിഭക്തി. അപ്പൊ ഇന്ന് നമുക്ക് പഞ്ചമി നോക്കാം. പഞ്ചമി വിഭക്തിയുടെ അർത്ഥം വരുന്നത് അതിൽ നിന്ന് എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ കൃഷ്ണനിൽ നിന്ന്,
വൃക്ഷത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, കാട്ടിൽ നിന്ന്. അത് കൃഷ്ണാത് എന്നിങ്ങനെ വരും. കൃഷ്ണഹ എന്ന് പ്രഥമ, കൃഷ്ണാത്. ഇത് നമുക്ക് നാരായണീയത്തിലൊക്കെ മിക്കവാറും ദശകങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ആമയാത് പാഹിമാം എന്നൊക്കെ കാണാം. ആമയാത് അല്ലെങ്കിൽ രോഗാത് എന്നൊക്കെ ധാരാളമായിട്ട് അവസാനത്തിൽ കാണാൻ പറ്റും. ആ രോഗത്തിൽ നിന്ന് എന്നുള്ള അർത്ഥം. ആമയം രോഗമാണ്. ആമയത്തിൽ നിന്ന്, പാഹിമാം അതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അതുപോലെ വൃക്ഷാത്, വൃക്ഷാത് ഫലം പതതി. വൃക്ഷഹ എന്ന് പ്രഥമ, വൃക്ഷാത് എന്ന് പഞ്ചമി, വൃക്ഷത്തിൽ നിന്ന്. അതുപോലെ ഭവനം, ഭവനം എന്നുള്ളത് പുല്ലിംഗം അല്ല, നപുംസകലിംഗമാണ്. പക്ഷെ നപുംസകലിംഗത്തിൽ തൃതീയ മുതൽ പുല്ലിംഗം പോലെ തന്നെയാണ് വരിക. അപ്പൊ ഭവനം എന്നുള്ളതിന്റെ ഭവനാത്, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു, അച്ഛൻ വീട്ടിൽ നിന്ന് വരുന്നു. പിതാ ഭവനാത് ആഗച്ഛതി, കുട്ടി വിദ്യാലയത്തിൽ നിന്ന് പോകുന്നു. ബാലകഃ വിദ്യാലയാത് ഗച്ഛതി. ഇങ്ങനെ വരും. കൃഷ്ണാത്, രാമാത്, വിദ്യാലയാത്, ഭവനാത്, വനാത്. ശ്രീരാമഃ വനാത് ആഗച്ഛതി, ദേവാലയാത് ആഗച്ഛതി. ഇങ്ങനെ അവസാനം ത് എന്ന് വരും. ചില ശ്ലോകങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. മാമുദ്ധര ഭവാർണവാത് എന്ന് പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. എന്നെ ഈ ഭവാർണവത്തിൽ നിന്നും രക്ഷിക്കണേ എന്നാണ് പറയുന്നത്. അതിൽ നിന്നും കയറ്റിക്കൊണ്ടുപോകണേ. അർണവം സമുദ്രമാണ്. അപ്പൊ ഈ ഒരു സമുദ്രത്തിൽ നിന്ന് എന്നെ കയറ്റിക്കൊണ്ടുപോകണമേ. ഭവാർണവാത്. അതുപോലെ നാരായണീയം എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ദശകത്തിന്റെയും അവസാനം എല്ലാ ദശകങ്ങളിലും ഉണ്ടാവില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കും ആ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പല ദശകങ്ങളിലും കാണാം സർവാമയാത് പാഹിമാം, അതുപോലെ രോഗാത് നിരുന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന ഭാഗത്ത് കാണാം ഓരോ ദശകത്തിലെയും. അപ്പൊ അതിൽ നിന്ന് എന്നുള്ള അർത്ഥം. വൃക്ഷാത്, അശ്വാത്, അശ്വഹ കുതിരയാണ്. ഭടഹ അശ്വാത് പതതി. അതുപോലെ ഛാത്രഹ വിദ്യാലയാത് ആഗച്ഛതി. ഇങ്ങനെയാണ് പഞ്ചമി വിഭക്തി വരുന്നത്. അതിന്റെ സ്ത്രീലിംഗം ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. രമ എന്നുള്ളതിന്റെ രമായാഹ എന്നാണ് വരിക, രമയിൽ നിന്ന് എന്നുള്ള അർത്ഥത്തില്. വാടിക, വാടികായാഹ, ഇപ്പൊ പൂന്തോട്ടത്തിൽ നിന്ന് വരുന്നു. വാടികായാഹ ആഗച്ഛതി. അപ്പൊ നമുക്ക് ഒന്നുകൂടി വീണ്ടും പറയാം. ഇന്നിപ്പോ പുല്ലിംഗം ഒന്ന് ഉറപ്പിക്കാം. വൃക്ഷാത്, ഫലാത്, രോഗാത്, ഭവനാത്, കൃഷ്ണാത്, ഇങ്ങനെയാണ് പുല്ലിംഗങ്ങള് വരുന്നത്. വിദ്യാലയാത് പഞ്ചമി വിഭക്തി. അതിൽ നിന്ന് എന്നാണ് അർത്ഥം. അതിൽ നിന്ന്, അതിനേക്കാളും ഹേതുവായിട്ട് പഞ്ചമി എന്ന് പറയും. മൂന്നർത്ഥങ്ങളുണ്ട്. അതിൽ നിന്ന്, അതിനേക്കാൾ, അത് കാരണമായിട്ട്. പക്ഷെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നതും അതിൽ നിന്ന് എന്നുള്ള അർത്ഥമാണ്. ചിലപ്പോ അതിനേക്കാൾ വലുതാണ് മറ്റേത് എന്ന് പറയുന്ന സമയത്ത് എടുക്കും. ഇപ്പോ ഫലാത് ബൃഹത്തസ്തി, അങ്ങനെ താരതമ്യം ചെയ്ത് പറയുമ്പോഴും പഞ്ചമി പറയാറുണ്ട്. ഇങ്ങനെ പഞ്ചമി വിഭക്തി നമ്മൾ പറഞ്ഞു. പിന്നെ കുറച്ച് ക്രിയാപദങ്ങൾ. ഈ ക്രിയാപദങ്ങൾ പറയുമ്പോൾ പല പല കാലങ്ങളിൽ നമുക്ക് ക്രിയകൾ പ്രയോഗിക്കേണ്ടി വരും. ഇപ്പൊ മലയാളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് രൂപങ്ങളുണ്ട്. വരുന്നു, വരും, വന്നു, അല്ലെങ്കിൽ വന്നിട്ട്, വരാൻ. ഇങ്ങനെ ഒരേ ക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഏറെ പ്രയോഗങ്ങൾ നമുക്ക് വേണ്ടി വരും. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമ്മൾ 3 കാലങ്ങൾ പറയാറുണ്ട്. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ 3 കാലങ്ങൾ: ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. അത് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ഓരോ കാലത്തിനെയും 4 ആയിട്ട് തിരിച്ചിട്ട് പറയും. ഇപ്പൊ സംസ്കൃതത്തിലാണെങ്കിൽ 10 തരത്തിലാണ് ഈ കാലങ്ങൾ പറയുന്നത്. കാലങ്ങളെ ലകാരങ്ങൾ എന്നുള്ളൊരു
ഒരു പദമാണ്, ഒരു സങ്കേതമാണ് സംസ്കൃതത്തിൽ എടുക്കുന്നത്. അതായത് 10 ലകാരങ്ങൾ ഉണ്ട് എന്ന് പറയും. എന്താ ഈ ലകാരം എന്ന് ചോദിച്ചാൽ ഓരോ കാലത്തിനും ലാ എന്ന് തുടങ്ങുന്ന ഒരു പദം ഉപയോഗിച്ചിട്ടാണ് അതിനെ സൂചിപ്പിക്കുക. ഇപ്പൊ വർത്തമാന കാലമാണെങ്കിൽ ലെട്ട് എന്നാണ് പറയാ. ഭൂതകാലമാണെങ്കിൽ ലെങ് പറയും. ഭാവി കാലമാണെങ്കിൽ റിട്ട്. അപ്പൊ അതൊക്കെ തുടങ്ങുന്നത് ലായിലാണല്ലോ. അതുകൊണ്ടാണ് അതിനെ ലകാരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ 10 ലകാരങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കാലങ്ങൾ 10 വരുന്നത് എന്ന് ചോദിച്ചാൽ വർത്തമാനകാലം ഒന്നേ ഉള്ളൂ, ഒരു തരത്തിലേ ഉള്ളൂ. പക്ഷെ ഭൂതകാലത്തിന് 3 തരത്തിൽ പറയും. ഒന്ന് ഒരു സാമാന്യമായിട്ട് നമ്മൾ പറയുന്ന ഭൂതകാലം, പിന്നെ ഒന്ന് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരൊന്നും കാണാത്ത അപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പൊക്കെ സംഭവിച്ച കാര്യങ്ങൾ. അതിപ്പോ പ്രധാനമായിട്ട് നമ്മൾ പുരാണ കഥകളൊക്കെ പറയുമ്പോൾ അവിടെ എപ്പോഴും നമ്മൾ ഭൂതകാലാണല്ലോ ഉപയോഗിക്കുക. ഇപ്പൊ ശ്രീരാമൻ ഉണ്ടായിരുന്നു, ശ്രീരാമൻ കാട്ടിലേക്ക് പോയി, മഹർഷി യാഗം ചെയ്തു. അപ്പൊ ഇതെല്ലാം ഭൂതകാലമാണ്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ ഇവിടേക്ക് വന്നു, അതും ഭൂതകാലാണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ഇന്ന് നടന്ന കാര്യമാണ്, മറ്റേത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, യുഗങ്ങൾക്കപ്പുറത്ത് കഴിഞ്ഞ യുഗത്തിൽ നടന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും 2 തരത്തിലാണ്, 2 ഭൂതകാലമായിട്ടാണ് സംസ്കൃതത്തിൽ പറയാ. അപ്പൊ അങ്ങനെ ഒന്ന് സാമാന്യമായിട്ട്, ഒന്ന് വളരെ കാലം മുമ്പ് നടന്നത്, ഒന്ന് ഇന്ന് അല്ല എന്നേ ഉള്ളൂ ആ തരത്തില്. അതിന്റെ ഒരിടക്കാലം ഉണ്ടല്ലോ, ഇതിനിടയിലൊരു കാലം ഉണ്ടല്ലോ, അങ്ങനെ പറയുന്നത്. ഇങ്ങനെ 3 തരത്തില് സംസ്കൃതത്തിൽ ഭൂതകാലം തന്നെ പറയും. അപ്പൊ ഇങ്ങനെ അത്, പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ സാധാരണ പറയുന്ന നിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഇരിക്കൂ, വരൂ, അതിനെയും ഒരു കാലമായിട്ടാണ് കണക്കാക്കുക. പിന്നെ നമ്മൾ ആശീർവദിക്കുന്നത്, ഇപ്പൊ അങ്ങനെ ആവട്ടെ എന്നൊക്കെ നമ്മൾ ആശംസിക്കുകയൊക്കെ ചെയ്യല്ലോ, സുഖമായിട്ടിരിക്കട്ടെ, ഇപ്പൊ സുഖിനോ ഭവന്തു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ തരത്തിലുള്ള പ്രയോഗങ്ങളെയൊക്കെ, അതിനെയൊക്കെ ഈ ഒരു ലകാരങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് 10 ലകാരങ്ങൾ വരുന്നത്. അതില് നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെടുക സ്വാഭാവികമായിട്ടും വർത്തമാനകാലമായിരിക്കും. ഇപ്പൊ പോകുന്നു, നടക്കുന്നു, വരുന്നു, കാണുന്നു, ചിരിക്കുന്നു, ഇങ്ങനെ വർത്തമാനകാല ആയിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം. അപ്പൊ അതിനെ ലെട്ട് എന്നാണ് പറയാ, ലെട്ട് ലകാരം. അപ്പൊ അത് മാത്രം നമുക്കിപ്പോ ഒന്ന് ഓർമ്മിക്കാം. ലെട്ട് ലകാരം, അത് വർത്തമാനകാലമാണ്. അപ്പൊ ഈ ലകാരത്തിന്റെ പേര് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, വർത്തമാനകാലാണ് എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ അതിന് പൊതുവെ നമ്മൾ അവസാനം തീ എന്ന് ചേർത്തിട്ട് പറയും. ഇപ്പൊ ഗച്ഛതി, ലിഖതി, ലിഖതി എഴുതുന്നു, പിബതി, പശ്യതി, പശ്യതി കാണുന്നു, ഇങ്ങനെ. അപ്പൊ ഇത് മാത്രമല്ല ഉള്ളത്, അപ്പൊ ഇതിന്റെ ദ്വിവചനമുണ്ട്, ബഹുവചനമുണ്ട്. പിന്നെ അത് തന്നെ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വേറൊരു തരത്തിലേക്ക് മാറും. ഇപ്പൊ പഠതി, പഠിക്കുന്നു, അത് ഞാനാണെങ്കിൽ അഹം പഠാമി എന്നാണ് പറയാ. അപ്പൊ നമുക്ക് ഏറ്റവും പരിചയമുള്ള ശ്ലോകമാണ് അവസാനം ചൊല്ലുന്ന സമർപ്പയാമി. അത് ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിർ സ്വഭാവാത് കരോമി, കരോമി എന്നുള്ളതും ഞാൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തില്. കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് അതില് പറയുന്നത്. നേരെ മറിച്ച് വേറൊരാളാണ് ചെയ്യുന്നതെങ്കിൽ സമർപ്പയതി എന്നാണ് പറയാ. വേറൊരാളെ കൊണ്ട് നമ്മൾ പറയാണ് അയാൾ ചെയ്തതൊക്കെ അയാൾ സമർപ്പിക്കുകയാണ്. അപ്പൊ സമർപ്പയതി ആണ്. അങ്ങനെ കുറച്ച് ക്രിയാപദങ്ങൾ, അപ്പൊ അത് ചേർത്തിട്ട് നമ്മൾ വാക്യം പറയുമ്പോൾ, ഇപ്പൊ ബാലകഃ വിദ്യാലയം ഗച്ഛതി, കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. യുവതി നദീം ഗച്ഛതി, നദിയിലേക്ക് പോകുന്നു. അതുപോലെ ശിശുഹു ജലം പിബതി, വെള്ളം കുടിക്കുന്നു. പിബതി കുടിക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ക്രിയാപദങ്ങൾ, അത് ഞാൻ കൂടുതലായിട്ട് ക്രിയാപദങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോ വേറൊരാള് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ തരത്തിലാണ് വർത്തമാനകാലത്തിൽ വരിക, ഒരാള് ആവുന്ന സമയത്ത്. ലിഖതി,
പിബതി, പശ്യതി, പശ്യതി കാണുന്നു എന്നാണ്. വദതി പറയുക, പറയുന്നു. വദതി, പൃച്ഛതി ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെ വർത്തമാനകാലത്തിൽ ക്രിയാപദങ്ങൾ വരുന്നു. അപ്പൊ കൂടുതൽ പദങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ്. ഇതൊക്കെ വർത്തമാനകാലമാണ്, ലെട്ട് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചതുർത്ഥി വിഭക്തിയും അതുപോലെ കുറച്ച് ക്രിയാപദങ്ങളും ചേർത്തിട്ട് ഒരു സുഭാഷിതം പരിചയപ്പെടാം. കൂടുതൽ പേരും കേട്ടിട്ടുണ്ടാകും. പരോപകാരായ ഫലം ദിവൃക്ഷ, പരോപകാരായ വഹന്തി നദ്യ, പരോപകാരായ ദുഹന്തി ഗാവ, പരോപകാരാർത്ഥമിദം ശരീരം. അവിടെ ഈ പരോപകാരായ എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചതുർത്ഥി വിഭക്തിയാണ്. പരോപകാരത്തിനായിക്കൊണ്ട്, അതായത് പരോപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട്, പരോപകാരായ ഫലന്തി വൃക്ഷാഹ. ഈ ഫലന്തി എന്നുള്ളത് വർത്തമാനകാലമാണ്. പക്ഷെ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഫലതി ആ രീതിയിലായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ ഫലന്തി ആയത് വൃക്ഷാഹ എന്ന് വന്നതുകൊണ്ട്, വൃക്ഷാഹ ബഹുവചനമാണ്. വൃക്ഷാഹ ഫലന്തി. അപ്പൊ ഒരു വൃക്ഷത്തിന്റെ കാര്യമാണെങ്കിൽ വൃക്ഷഃ ഫലതി എന്നാണ് വരിക. അപ്പൊ പരോപകാരത്തിനായിക്കൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വൃക്ഷാഹ ഫലന്തി, വൃക്ഷങ്ങള് കായ്ക്കുന്നു. പരോപകാരായ വഹന്തി നദ്യ, നദ്യഃ എന്നാണ് നദി എന്നതിന്റെ ബഹുവചനം. അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ഇകാരാന്ത പുല്ലിംഗമാണ് പറഞ്ഞത്. രവിഹി, രവി, രവയഃ, അങ്ങനെ പുല്ലിംഗമാണ് പറഞ്ഞത്. അപ്പൊ നദി എന്നുള്ളതിന്റെ ബഹുവചനം നദ്യഃ എന്നാണ്. അവിടെ നീട്ടരുത്, നദ്യാഹ അല്ല, നദ്യഃ. അപ്പൊ നദ്യഃ വഹന്തി ഒഴുകുന്നു. ഒരു നദിയാണെങ്കിൽ നദീ വഹതി, നദ്യഃ വഹന്തി പരോപകാരായ, പരോപകാരത്തിനായിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴുകുന്നു. പരോപകാരായ ദുഹന്തി ഗാവഹ, ഗാവഹ എന്നുള്ളത് ഗൗ എന്നുള്ളതിന്റെ ബഹുവചനമാണ്. ഗൗ ഒരു പശു, ഗാവഹ ബഹുവചനം, അതിന്റെ കൂടുതൽ പശുക്കൾ, രണ്ടിൽ കൂടുതൽ പശുക്കൾ. അപ്പൊ ഗാവഹ ദുഹന്തി, ദുഹന്തി എന്ന് വെച്ചാൽ ചുരത്തുക എന്നാണ് അർത്ഥം. ദുഹ് എന്ന് പറയുന്ന ഒരു ധാതുവാണ്. അപ്പോ പശുക്കള് പാൽ ചുരത്തുന്നു എന്നതിന് വേണ്ടിയിട്ട് പരോപകാരായ, പരോപകാരത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ പരോപകാരാർത്ഥം ഇദം ശരീരം. അപ്പൊ ഇതൊക്കെ പ്രകൃതിയിൽ നിരീക്ഷിക്കുന്ന സമയത്ത് ഒന്നും അവനവന് വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഇപ്പൊ നദികൾ ഒഴുകുന്നത് അവയ്ക്ക് സ്വയം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് എത്രയോ പേര് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇദം ശരീരം, ഇദം എന്ന് വെച്ചാൽ ഈ എന്നാണ് അർത്ഥം. ഈ ഒരു ശരീരം പരോപകാരാർത്ഥം, പരോപകാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സുഭാഷിതാണ്. അപ്പൊ ഇത് ഇന്ന് എടുത്തത് നമ്മൾ ചതുർത്ഥി വിഭക്തി കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. അതുപോലെ ക്രിയാപദങ്ങൾ പരിചയപ്പെട്ടു. അപ്പൊ ക്രിയാപദങ്ങളുടെ ബഹുവചനം ഇങ്ങനെ വരും. അപ്പൊ ഫലതി ഏകവചനം, ഫലന്തി ബഹുവചനം, വഹതി ഏകവചനം, വഹന്തി ബഹുവചനം, ദുഹന്തി ബഹുവചനം. പക്ഷെ അതിന്റെ ഏകവചനം കുറച്ച് വ്യത്യാസമുണ്ട്. ദോക്തി എന്നാണ് ഏകവചനം വരിക. ദോക്തി, ദുഗ്ധഃ, ദുഹന്തി, അങ്ങനെയാണ്. അപ്പോ ഏകദേശം നമ്മുടെ സമയം ആയിട്ടുണ്ട്. ഇന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. പഞ്ചമി വിഭക്തി, അതിൽ നിന്ന് എന്നുള്ള അർത്ഥത്തില്. ഇപ്പൊ വനം ആണെങ്കിൽ വനാത്, വനത്തിൽ നിന്ന്. ആതുരാലയഃ ആണെങ്കിൽ ആതുരാലയാത്, ആതുരാലയത്തിൽ നിന്ന്. ആതുരാലയം ആശുപത്രി ആണ്. പിന്നെ വിദ്യാലയഃ വിദ്യാലയാത്, ഭവനം ഭവനാത്. ഇപ്പൊ സർവാമയാത് പാഹിമാം എന്നൊക്കെ നാരായണീയത്തിൽ കാണാം. എല്ലാ ആമയത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അപ്പൊ ഇങ്ങനെ പഞ്ചമി വിഭക്തി പരിചയപ്പെട്ടു. പിന്നെ ക്രിയാപദങ്ങളില് വർത്തമാനകാലം, അതിനെ ലെട്ട് എന്നാണ് പറയുക.
പ്രഥമനല്ല, നീയല്ല, വേറെ ആരെങ്കിലും ആണെങ്കിൽ അയാളെ, ആ കർത്താവിനെയാണ് പ്രഥമ പുരുഷൻ എന്ന് പറയാ. ഇപ്പൊ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അല്ല വരിക. നീ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെയല്ല. ഈ ഞാനും നീയും അല്ലാത്ത വേറൊരാള്, അയാളെ ആണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോ സഹ പശ്യതി, അവൻ കാണുന്നു. അപ്പൊ വേറൊരാളാണ്, ഞാനല്ല നീയും അല്ല. ഇപ്പോ ബാലഹ ഗച്ഛതി, കുട്ടി പോകുന്നു. മാതാ വദതി, അമ്മ പറയുന്നു. അപ്പൊ ഈ ഞാനും നീയും അല്ലാത്ത വേറെ ആര് വേണമെങ്കിലും ആവാം, ഒരു പക്ഷിയോ മൃഗമോ അല്ലെങ്കിൽ ഒരു വസ്തുവോ. ഇപ്പൊ പുഷ്പം പതതി, പുഷ്പം വീഴുന്നു. അപ്പൊ അതും എന്താണ്, പ്രഥമ പുരുഷനാണ്. പുഷ്പം പതതി, പുഷ്പം വീഴുന്നു. വൃക്ഷഃ ഫലതി, വൃക്ഷം കായ്ക്കുന്നു. നദീ വഹതി, നദി ഒഴുകുന്നു. ഇങ്ങനെ ലട്ടിലകാരത്തില്, അതായത് വർത്തമാന കാലത്തില് ഇങ്ങനെ ക്രിയാപദങ്ങൾ പോകും. പിന്നെ പരിചയപ്പെട്ട സുഭാഷിതം പരോപകാരായ എന്ന് വരുന്നതാണ് ചതുർത്ഥി വിഭക്തിയിൽ വരുന്ന സുഭാഷിതം. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പറയാം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം ടീച്ചർ. ചെറിയൊരു സജഷൻ ഉള്ളത്, നമ്മൾ 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് 10, ഇതിപ്പം 8ാമത്തെ സെഷനാണ്. 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞ ശേഷം നമുക്കൊരു റിവൈസ് ചെയ്യുന്ന രീതിയിൽ നോക്കിയാലോ? കാരണം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, അതേപോലെ നമ്മളെ അഭിവാദ്യം ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ടീച്ചർ തന്നെ തുടക്കത്തിൽ ഒരു ഗുരുസ്മരണ ചെയ്യുകയുണ്ടായി ആ സംസ്കൃത ശ്ലോകത്തിൽ തന്നെ. അത് തീർച്ചയായിട്ടും നമുക്ക് ആ സംസ്കൃത ക്ലാസ്സിൽ നമുക്ക് അത് തന്നെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഗുരുസ്മരണ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം അപ്പോൾ അത് കൂടുതൽ നമുക്ക് എല്ലാ അംഗങ്ങൾക്കും അല്ലേ ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഒരു 2 ക്ലാസ് നമുക്ക് 10ാമത്തെ സെഷൻ കഴിഞ്ഞ ശേഷം 2 ക്ലാസ് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് റിവൈറ്റ് ചെയ്യാനൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കും. അതുപോലെ പരസ്പരം നമ്മൾ വിഷ് ചെയ്യുന്നത് ഏത് രീതിയിലാണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ കൂടെ ഒന്ന് ഇതാക്കി പോകാനും നന്നായിരിക്കും തോന്നുന്നു. ഇതെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടെ തേടാം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം, നല്ലതാണ്. നമുക്കൊരു പരസ്പര ഒരു ആശയവിനിമയം അതും നടക്കും. അതെ 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 അതെ. ജയേട്ടൻ കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ഉണ്ട്, കേൾക്കുന്നുണ്ട്. വളരെ നന്നായി ജ്യോതിഷ് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിച്ചു. ടീച്ചറും യോജിച്ചല്ലോ. ക്ലാസ് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. സോ ലെറ്റ് us കണ്ടിന്യൂ. ജയശങ്കര. അതെ, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ സംസ്കൃതമാണെങ്കിൽ നമ്മൾ എന്ത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് വരുത്തുവാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ ബേസിലാണ്. അപ്പോൾ അതെല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വാമനേട്ടൻ ഇന്ന് ടീച്ചർ പഞ്ചമിയെ കുറിച്ച് പറയുകയുണ്ടായി. വളരെ പ്രശസ്തമായ ഒരു ഭാഗമുണ്ട് അല്ലേ ടീച്ചറെ? ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. അതെ അതെ, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. അതെല്ലാവരും വളരെ വികല്പമായിട്ട് സംസാരിക്കുന്ന ഒന്നാണ് അല്ലേ? ബഹുവചനാണ്. എല്ലാത്തിൽ നിന്നും മംഗളം ഉണ്ടാകട്ടെ. അത് ഈ ബ്രാഹ്മണേഭ്യ എന്നുള്ളത് 3 വിഭക്തികളിൽ വരുന്നുണ്ട്. അത് പറയുന്ന സമയത്ത് ചതുർത്ഥി, പഞ്ചമി, ഇത് രണ്ടും ഈ രൂപത്തിലാണ് വരിക. ബഹുവചനാവുന്ന സമയത്ത് ബ്രാഹ്മണേഭ്യ എന്നാണ് വരിക. അപ്പൊ അതിൽ നിന്ന് എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം. അതിൽ നിന്ന് എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ. അതെ, അങ്ങനെയാണ് സത്യത്തിൽ നാം എടുക്കേണ്ടത്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വരുന്നത് ചതുർത്ഥി ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ഗുണമുണ്ടാവട്ടെ എന്ന് വേണ്ടാധീനം പറയുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു കാണിച്ചത്. പഞ്ചമി എന്നുള്ളത് എടുത്തു പറയാൻ കാരണം വരില്ല, അവർക്ക് മംഗളം ഉണ്ടാവട്ടെ അങ്ങനെ വരില്ല. അവരിൽ നിന്ന് മംഗളം ഉണ്ടാവട്ടെ എന്നുള്ള അർത്ഥം, അതാണ് അനുയോജ്യമായിട്ടുള്ളത്. അത് തന്നെ, അതാണ് പഞ്ചമിയിലാണെന്ന്. അപ്പൊ ടീച്ചർ ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അത് സാധാരണഗതിയിൽ എല്ലാവരും തിരിച്ചു ചിന്തിച്ച് വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് മറ്റേ സംസ്കൃത പണ്ഡിതനായ ഫ്രാൻസിസ് സാറിന്റെ ഇതിനെ കുറിച്ചൊരു ചർച്ച ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? എനിവേ, വിവാദ വിഷയമായ ഒരു ഗ്രാമറാണത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു അവസരം മുന്നോട്ട് വരിക. കാലത്തിലെ വർത്തമാന കാലത്തില് ലട്ടെന്നും ഭൂതത്തില് ലങ്ങെന്നും ഭാവിയിൽ എന്തുവാ പറയുന്നേ? എന്നുള്ളത്
ആ, ഋഷിയുടെ അല്ലേ, അല്ലാതെ ഋഷിയുടെ അല്ലേ? നമ്മുടെ ആ, കൃ എന്നൊക്കെ പറയുന്ന പോലെ റ്. ആ, ഋ, ആ, ആ. അത് ഞാൻ ആ, ആ 10 ലകാരങ്ങളുടെ പേരുകൾ അത് ഷെയർ ചെയ്യാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വാമനേട്ടൻ പറഞ്ഞപ്പോ ഓർമ്മിച്ചത് പിന്നെ ആ, ആ, നമ്മുടെ ഉപനിഷത്തുകളിലോ വേദങ്ങള് പുരാണങ്ങളൊക്കെ പറയുമ്പോഴും ഭാഗവത സംക്ഷിപ്തമായ നാരായണീയത്തില് പറയുന്നുണ്ടല്ലോ അഗ്രേ പശ്യാമി. ഞാൻ പറഞ്ഞാല് നൃത്തജി ആ വാക്കൊരു 4 പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയാറുണ്ട്. അഹം പശ്യാമി, അഹം പശ്യാമി, ഞാൻ കണ്ടുകൊണ്ടേയിരിക്കണോ, ആരെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണോ. ടീച്ചർ പറഞ്ഞപ്പോൾ ഓർമ്മിച്ചു. നല്ല സന്തോഷം. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഗംഭീരമായിട്ട് നല്ല പറഞ്ഞു തന്നു. ഇപ്പൊ ജ്യോതിജി പറഞ്ഞ പോലെ ഇപ്പൊ 1, 2, 3 ക്ലാസ് കഴിയുമ്പോൾ അപ്പൊ നമ്മൾ തന്നെ ഒരാളെ കാണുമ്പോൾ നമ്മൾ വീക്ഷിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഞാനിപ്പോൾ അങ്ങനെ ഒരു പഠിപ്പിക്കുമ്പോൾ ഗ്രാമർ പഠിപ്പിച്ചതിന് ശേഷം അങ്ങനെ ഇതനുസരിച്ചുകൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നല്ലതാകുമെന്ന് തോന്നുന്നു. വളരെ നല്ലൊരു സജഷനാണ് ടീച്ചർ ക്ലാസ് വളരെ മനോഹരമായി തോന്നുന്നത്. എല്ലാ വളരെ സന്തോഷം വാമനേട്ട. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് നമ്മുടെ 8 മണിക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആത്മായനം യാത്ര 2025 ഇന്നലെ അത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ പരിസമാപിച്ചു. അപ്പം അതിൽ പങ്കെടുത്ത് യാത്രികരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്സംഗമാണ് ഇന്ന് നടക്കുന്നത്. സത്സന്ധ്യ ഇന്ന് 8 മണിക്കുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും കയറാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഉമ ടീച്ചർക്ക് വളരെയധികം നന്ദി. നമ്മുടെ ഇനി അടുത്ത ക്ലാസ് ഈ ഞായറാഴ്ച കഴിഞ്ഞ ഉള്ള അടുത്ത ഞായറാഴ്ചയായിരിക്കും. ഒരു ഞായറാഴ്ച ഇടവിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. ജയശങ്കര. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.